അസർബൈജാനിലെ ബാക്കുവിലാണ് ഇന്ന് നമ്മുടെ യാത്ര. അസർബൈജാൻ ഏഷ്യയും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ 97% മുസ്ലിങ്ങളാണ്. അവിടെ അതിനു മുമ്പ് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൽപ്പെട്ട ആയിരുന്നു അസർബൈജാൻ. അത് പഴയ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം സോവിയറ്റ് റഷ്യയിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം നേടി 1991. അതിൽ നിന്ന് വിഘടിച്ചാണ് അസർബൈജാൻ എന്ന പുതിയ രാഷ്ട്രം ഉണ്ടാകുന്നത്. ഈ അസർബൈജാൻ്റെ തലസ്ഥാന ബാക്കുവിലെ ഒളിമ്പിക് സ്റ്റേഡിയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസർബൈജാൻ്റെ റോഡുകളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവിടുത്തെ നാച്ചുറൽ ഗ്യാസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയയാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബോർവെൽ സിസ്റ്റം പോലെയുള്ള ഒരു നിരവധി ഇതുകൊണ്ട് അതിൽ നിന്ന് അവിടുത്തെ നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം കുഴിച്ചെടുക്കുകയാണ്, പെട്രോളിയവും. അതുകൊണ്ടാണ് അസർബൈജാൻ വളരെ റിച്ച് കൺട്രിയാണ്. നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രകൃതിവാതകത്തിൻ്റെ സോഴ്സ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മൗണ്ടൻ ഫയർ എന്ന് പറയുന്ന അഥവാ ബേണിംഗ് മൗണ്ടൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ ഭൂമിക്കടിയിൽ നിന്നുള്ള പ്രകൃതിവാതകം അതിൻ്റെ മുകളിലേക്ക് പ്രഷർ ചെയ്ത് മുന്നോട്ട് വരികയും അത് 4000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ തീ അവിടെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അത് ഏതോ ഒരു ഷെപ്പേഡ് ആട്ടിടയൻ അവിടെ തീ കത്തിക്കുമ്പോൾ ആ വാതകം കത്തി, അത് പിന്നെ നിന്നിട്ടേ ഇല്ല, ഇതുവരെയും നിന്നിട്ടില്ല. അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 4000 വർഷത്തിന് മുമ്പ് തന്നെ ഈ പ്രകൃതി വാതകം, ഭൂമിക്കടിയിൽ നിന്നുള്ള പ്രകൃതി വാതകം, നമ്മളെ പെട്രോളിയം വാതകം ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുകയാണ്, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാനായിട്ട് പലരും വരുന്നു. അസർബൈജാൻ എന്ന പേര് തന്നെ കേട്ടത് ഇതിൽ നിന്നുണ്ടായ അസർ എന്നാൽ ഫയർ എന്നാണ്. ബൈജാൻ ലാൻഡ്, ദ ലാൻഡ് ഓഫ് ഫയർ, ദ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് അസർബൈജാൻ്റെ അർത്ഥം. അപ്പോൾ അത് അനർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെയുള്ള പ്രകൃതി വാതക എണ്ണ പാടങ്ങൾ ആണ് നിരവധി ബാക്കുവിലുള്ളത്. സമതലമായ കടലിനോട്, കാസ്പിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കു. ഈ ഭാഗത്തുള്ള തടങ്ങളിൽ എണ്ണപ്പാടം കൊണ്ട് സമൃദ്ധമാണ്. അവിടെ വാതകങ്ങളും പെട്രോളിയവും ഇതിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കയറ്റുമതി ചെയ്തുകൊണ്ടാണ് അവർ രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ ഈ സൗരാഷ്ട്രീയൻ മതം ആയിരുന്നു പാഴ്സികളുടെ, പുരാതന പാഴ്സികൾ, പേർഷ്യൻ സംസ്കാരം, അതിലെ പാഴ്സികൾ, അവർ അഗ്നി ആരാധകരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവിടെ അവരെ പറയുന്നത് കൊണ്ട് തെറ്റില്ല. കാരണമെന്ന് പറഞ്ഞാൽ അവിടെ വർഷങ്ങളോളം ഇങ്ങനെയുള്ള ഫയർ ഭൂമിയിൽ നിന്ന് വന്ന് വാതകം കത്തി തുടങ്ങുന്നത് എല്ലായിടത്തും ഉണ്ട്, മിക്കവാറും എല്ലായിടങ്ങളിലും ഉണ്ട്. അത് കൊണ്ട് അവർ ഈ അഗ്നിയെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സൗരാഷ്ട്രവും പാഴ്സികളും അത് അഗ്നി മുന്നിൽ വെച്ചുകൊണ്ട് ആണ് അവരുടെ പ്രാർത്ഥനകൾ നടത്തുന്നത്. അവർ കാണുന്ന ഒരു അത്ഭുതം ആണ് അത് തനിയെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കത്തിക്കുന്നതിനുള്ള പ്രകൃതി വാതകം അവിടെ സുലഭമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ടെമ്പിൾ ഓഫ് ഫയർ എന്ന് പറയുന്ന അത് അവിടെ ഈ പാഴ്സികളും ഹൈന്ദവരും ഒക്കെ അവിടെ മതങ്ങളും അവിടെ ഉണ്ട്. അവരും അവരുടെ ആരാധന ടെമ്പിളായിരുന്നു. ഇതിപ്പോൾ ഉറുദു ഭാഷയിലുള്ള ലിപി നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഭാഗത്ത്. ഇത് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഹൈദർ അലിയേവ് മ്യൂസിയം. ഹൈദർ അലിയേവ് ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻറ്റ്. അദ്ദേഹം അവർക്ക് ഏറ്റവും വലിയ ഒരു മഹാത്മാവായ നേതാവായിരുന്നു എന്നാണ് ഗൈഡ് പറയുന്നത്, നമുക്ക് മഹാത്മാഗാന്ധിയെ പോലെ. അങ്ങനെയുള്ള ഹൈദർ അലിയേവ്, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമുള്ള ഹൈദർ അലിയേവ് സെൻറ്റർ വന്നെത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സിറ്റി ടൂറിൻ്റെ ഭാഗമായി ഗ്രീൻവാസസ് നടത്തിയ യാത്രാ പരിപാടിയുടെ
ഭാഗമായി ഈ ഈ യാത്ര, ഈ വീഡിയോ ഇന്ന് ഇവിടെ ഹൈദർ അലിയേവ് സെൻറ്ററിലെ സന്ദർശനത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.